ബാക്ക് ടു ഹാരോസ് കാർണിവൽ. ഡാൻറ്റയുടെ കാറ് ആ ഒരു പാർക്കിംഗ് ഏരിയയിലേക്ക് വരുന്ന ടൈമിൽ പിങ്ക് ആ ഒരു കാറിനെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയാണ്. അവൾ ഒരു കാറിനെ മണ്ടക്കിയിട്ട് ചാടി കയറുന്നുണ്ട്. ഡാൻറ്റെ സെക്രട്ടറിയൊക്കെ വന്ന് ഇവിടെ പിടിച്ച് മാറ്റാണ്. അപ്പൊ ഇവള് ഡാൻറ്റയോട് പൈസ ആവശ്യപ്പെടാൻ വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇവളാണെങ്കിൽ ഡാൻറ്റയെ ഭീഷണിപ്പെടുത്താണ്. യൂൻഹയുടെ മരണത്തിന് പിന്നിൽ ഡാൻറ്റയാണെന്നുള്ള കാര്യം സൂര്യോനെ അറിയിക്കുന്നുവെന്ന് ഇവനെ ഭീഷണിപ്പെടുത്താണ്. അപ്പൊ ഇവരുടെ ഈ ഒരു സംസാരം എല്ലാം കേട്ടോണ്ട് നമ്മുടെ ഹൂന അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ട് അവനാകെ തകർന്നു പോവുകയാണ്. ശരിക്കും റോനയുടെ അമ്മയെ അച്ഛൻ തന്നെയാണ് കൊന്നതെന്ന് അവന് മനസ്സിലാകുന്നു. നമ്മുടെ മിസ്റ്റർ ബേക്ക് ഡാൻറ്റെ അവന് വേണ്ടി ബുക്ക് ചെയ്ത് കൊടുത്ത ആ ഒരു ലക്ഷറിയസ് ഹോട്ടലിലേക്ക് ചെല്ലുകയാണ്. പക്ഷെ പെട്ടെന്ന് അവിടെ വേറെ ആരോ ഉണ്ടെന്ന് അവന് മനസ്സിലാവുന്നു. സംശയത്തോടെ കൈ കിട്ടിയ ഒരു കുപ്പിച്ചിലുമായിട്ട് അവനിന് നടന്ന് ചെല്ലുമ്പം ആ ഒരു സോഫയിൽ ഒരു വൃദ്ധയായ സ്ത്രീ ഇരിപ്പുണ്ട്. അത് മറ്റാരുമല്ല, ലോഗന്റെ ഫാമിലിയാണ്. ലോഗന്റെ മുത്തശ്ശിയാണ് ഈ ഇരിക്കുന്നത്. അപ്പൊ മിസ്റ്റർ ബേക്ക് ലോഗന്റെ ഫാമിലിയെ അറിയിച്ചിരിക്കുന്നത് ലോഗൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നാണ്. ആ ഒരു കാറിൽ നിന്ന് കിട്ടിയത് ഏതോ ഒരു മൃഗത്തിന്റെ എല്ലുകളാണ്. ലോഗൻ എവിടെയോ ജീവനോടെ ഉണ്ട്, അവനെ കണ്ടെത്തി തരാം. ലോഗൻ പറഞ്ഞ അനുസരിച്ചല്ലേ ഞാൻ ഈ കൊറിയയിലേക്ക് വന്നത്, ഡാൻറ്റയുടെ രഹസ്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് താൻ വന്നതെന്ന് ഇവരോട് പറയാണ്. അപ്പൊ ഇവരാണെങ്കിൽ തങ്ങളുടെ സ്വന്തം മകനല്ലേ, ആ ഒരു മകനെ കിട്ടാൻ വേണ്ടി എത്ര പണം വേണമല്ലോ ഇവന് കൊടുക്കാൻ റെഡിയാണ്. തങ്ങളുടെ മുഴുവൻ സ്വത്തും ലോഗനെ കണ്ടുപിടിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇവന് കൊടുക്കാമെന്ന് അവന്റെ ഫാമിലി ഇവന് വാക്കെടുക്കാണ്. ഇവന് പലപ്പോഴായിട്ട് ഒരു ഫാമിലിയിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും ഇവരുടെ കയ്യിൽ നിന്ന് ഇവൻ പൈസ വാങ്ങാണ്. അപ്പൊ സ്യോജിൻ ആ ഒരു സ്പായിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയം മിസ്റ്റർ ബേക്ക് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ലോഗന്റെ ഫാമിലി വന്ന കാര്യമൊക്കെ ഇവൻ പറയുന്നുണ്ട്. അവരുടെ മുഴുവൻ സ്വത്തും ലോഗിനെ കണ്ടുപിടിച്ച് കൊടുക്കുകയാണെങ്കിൽ അവർ തരാം എന്നെനിക്ക് വാക്ക് തന്നിരിക്കുകയാണ്. മിസ്റ്റർ ബേക്ക് ഇവരോട് ചോദിക്കുന്നുണ്ട്, ശരിക്കും നീ എന്നെ യൂസ് ചെയ്യല്ലേ, നിന്റെ കാര്യങ്ങളെല്ലാം നടത്തി കിട്ടാൻ വേണ്ടി എന്നെ നീ ഉപയോഗിക്കല്ലേ എന്നൊക്കെ മിസ്റ്റർ ബേക്ക് ഇവളെ ഭീഷണിപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് പോവാണ്. അപ്പം ലോഗൻ ജീവനോടുണ്ടെങ്കിൽ അവൻ്റെ വാല്യൂ ഏറിയതായിരിക്കും. അവർക്ക് ഇവൻ്റെ അച്ഛനായിട്ടുള്ള ജെയിംസിൽ നിന്ന് പണം വാങ്ങിയെടുക്കാമല്ലോ. സുരനിപ്പം ആ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാണ്. തൻ്റെ കയ്യിലുള്ള ഒരു എവിഡൻസ് ഇവരെ ഏൽപ്പിക്കുകയാണ്. അതെ, ആ ഒരു VIP റൂമിൽ നമ്മുടെ ഡാൻറ്റയും ആ ഒരു മിനിസ്റ്ററുമായിട്ടുള്ള സംഭാഷണവും അവിടെ നടന്ന എല്ലാ വിഷ്വൽസും പോലീസുകാർ കാണുകയാണ്. അങ്ങനെ അതൊക്കെ ഒരു ന്യൂസ് ആവുകയാണ്. നമ്മുടെ ഡാൻറ്റെ ഈ ഒരു മിനിസ്റ്ററിനെ കൈക്കൂലി കൊടുത്തു. ഷോൺസോ ഡിസ്ട്രിക്റ്റിനെ ഒരു എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്റ്റായി മാറ്റാൻ അങ്ങനെ അതൊരു വലിയ ഓളം അവിടെ ഉണ്ടാക്കുകയാണ്. ഡാൻറ്റയുടെ ആ ഒരു പ്ലാനൊക്കെ പൊളിഞ്ഞ് ഇങ്ങനെ ആ ഒരു ന്യൂസ് ആയിട്ട് തകർന്നിരിക്കുകയാണ് നമ്മുടെ ഡാൻറ്റയും. അതുപോലെ ഹായും ഡോംബിലൊക്കെ ഈ ഒരു സമയം ലീവ് വരികയാണ്. അവനൊന്നും അറിയാതെ വരുന്നേ. അവനും ഈ ഒരു ന്യൂസ് കണ്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പോഴാണ് അവൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. ഇവര് ഒരു കൺസ്ട്രക്ഷനുള്ള പ്രോജക്റ്റിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ഇപ്പം ആ ഒരു പ്രോജക്റ്റ് കിട്ടിയിരിക്കുന്നത് ഡോഹെ കൺസ്ട്രക്ഷൻ ആണ്. ഇതേ കൂടെ കേട്ട് അവരാകെ തകർന്നിരിക്കുകയാണ്. അപ്പൊ ഇവരുടെ ഇൻവെസ്റ്റേഴ്സും ഈ ന്യൂസ് കാണുന്നല്ലോ, ഒരുപാട് പണമൊക്കെ അവര് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തല്ലോ, അവരെല്ലാം അങ്ങോട്ടേക്ക് വരികയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡാൻറ്റയൊക്കെ കുറെ പലിശക്കാരുടെ കയ്യിൽ നിന്നും ലോൺ എടുത്തായിരുന്നു. അവരും പൈസ ചോദിച്ച് ഈ ഒരു കമ്പനിയിലേക്ക് വരികയാണ്. കൈ കിട്ടിയതൊക്കെ വാരിക്കൊണ്ട് അവരിവിടുന്ന് പോവാണ്. അപ്പൊ ഡാൻറ്റെ അവന്റെ മുഴുവൻ പണവും ഇതിലായിരുന്നു ഇൻവെസ്റ്റ് ചെയ്തത്. കൂടെ ലീയും ഹായും ഒക്കെ തങ്ങളുടെ കയ്യിലുള്ളതൊക്കെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തായിരുന്നു. സ്യോജിനിപ്പം ഡാൻറ്റയോട് ദേഷ്യപ്പെടാണ്. ഷോങ്ങ ഗ്രൂപ്പിൽ നിന്നും ഇവൻ പൈസ എടുത്ത് ഈ ഒരു പ്ലാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തായിരുന്നല്ലോ. അപ്പൊ ഡാൻറ്റെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവളെ ഒന്ന് ലോഹ്യത്തിലാക്കാൻ നോക്കുന്നെങ്കിലും അത് സാധിക്കുന്നില്ല. ഇവിടെ ആകെ വിഷമത്തോടെ തകർന്നിരിക്കുന്ന ലിയയും ഹായും കാണിക്കുകയാണ്. ഡാൻറ്റെ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പം ഇവരുടെ കമ്പനി അത് പൊട്ടി പാളീസായിരിക്കുകയാണ്. ഇവർക്കിനി എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പം ലിയ ആണെങ്കിൽ ഇതിനിടയ്ക്കും ഹായുടെ വഴക്കിന് പോകാൻ പോകുന്നുണ്ട്. അപ്പോൾ ഡോംപിൽ അറിയുന്നു ഈ സമയത്തും നിങ്ങൾക്ക് ഇതേ ഉള്ള ചിന്ത, ഡോഹെ കൺസ്ട്രക്ഷന് ആ ഒരു പ്രോജക്റ്റ് കിട്ടിയിരിക്കുകയാണ്. ഈ വെള്ളിയാഴ്ചക്കുള്ളിൽ ആ ഒരു പണം അടച്ചില്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റ് അവരിൽ നിന്ന് തന്നെ തെന്നി മാറിപ്പോയിക്കോളൂ. അപ്പം ഡാൻറ്റെ പറയുന്നു, എങ്ങനെയും ആ ഒരു പ്രോജക്റ്റ് നമുക്ക് നേടിയെടുക്കണം. ആ ഒരു ഡോഹെ കൺസ്ട്രക്ഷന്റെ CEOയെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ. ലീ ചോദിക്കുന്നല്ല, ആ ഒരു പ്രോജക്റ്റ് അയാള് നമുക്ക് തരുമെന്നാണോ നീ വിചാരിക്കുന്നത്? അല്ലേ തന്നെ ആ ഒരു പ്രോജക്റ്റ് കിട്ടിയാലും അതിനുള്ള പണം നമ്മൾ എവിടുന്ന് സംഘടിപ്പിക്കും? ഒരു പലിശക്കാരും ഇനി നമുക്ക് വേണ്ടി പൈസ തരില്ല. ഡാൻറ്റെ പറഞ്ഞു. പക്ഷേ ഒരു വഴി ഇപ്പോഴും അടഞ്ഞിട്ടില്ല. അങ്ങനെ അവൻ ഹേയോൺ ഗ്രൂപ്പിലേക്ക് പോവാണ്. അപ്പൊ ഇതിന്റെ CEO ആയിട്ടുള്ള ഒരു സ്ത്രീയോട് ഇവൻ സംസാരിക്കുകയാണ്. ഇവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുകയാണ്. അപ്പം
എത്ര വേണോലും പലിശ താൻ അടച്ചോളാന്ന് ഡാൻറ്റി പറയുന്നുണ്ടെങ്കിലും ഈ ഒരു സിഇഒ ചോദിക്കുന്നത് പകരമായിട്ട് കൊളാട്രലാണ്, പെൻ ഹൗസ് ആണ് കൊളാട്രലായിട്ട് ഈ ഒരു സ്ത്രീ ചോദിക്കുന്നത്. ഡാൻറ്റി ആണെങ്കിൽ മനസ്സില്ലാ മനസ്സോടെ പെൻ ഹൗസ് കൊളാട്രലായിട്ട് വെക്കുന്നു. അപ്പൊ ഈ സ്ത്രീ പറയുന്നുണ്ട്, അല്ല നിങ്ങൾ പേടിക്കണേ, ഇതൊക്കെ ജസ്റ്റ് ഫോർമാലിറ്റീസ് അല്ലേ, നിങ്ങൾ ആ ഒരു പണം തിരികെ അടയ്ക്കുകയാണെങ്കിൽ പിന്നെ ഒരു പ്രശ്നം വരില്ലല്ലോ. അങ്ങനെ ഡാൻറ്റി അവിടെ നിന്ന് പോകുന്ന സമയം അവിടെ മറഞ്ഞു നിന്നിരുന്ന സിറിയോൻ അങ്ങോട്ടേക്ക് വരികയാണ്. ശരിക്കും ഡാൻറ്റി ഇപ്പം വാങ്ങിക്കൊണ്ടുപോയ ആ ഒരു പണം നമ്മുടെ സിറിയോന്റെ ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു സിഇഒയോട് സംസാരിക്കുകയാണ്. ഇതൊക്കെ അവരുടെ ഒരു പ്ലാൻ ആയിരുന്നു. അപ്പൊ ഈ ഇരിക്കുന്ന സ്ത്രീ പറയുന്നുണ്ട്, ലേഡി ജിൻജിയോന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. അപ്പൊ ഈ ലേഡി ജിൻജിയോൻ ആരാ നിങ്ങൾക്ക് മനസ്സിലായോ? അതെ, നമ്മുടെ മിസ്സിസ് ക്യാങ്. ഈ ഒരു സ്ത്രീ നമ്മുടെ മിസ്സിസ് ക്യാങ്ങിന് പരിചയമുള്ള ആ ഒരു റിച്ച് ലേഡീസിൽ ഒരാളാണ് കേട്ടോ. ഡാൻറ്റി ആണെങ്കിൽ ഒരു റൂമിൽ ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതെ, ഡോഹെ കൺസ്ട്രക്ഷനെ ലോബിസ്റ്റ് അഥവാ അതിന്റെ സിഇഒയെ വെയിറ്റ് ചെയ്ത് ഇവനെ നിൽക്കുകയാണ്. അതെ, ആ ഒരു സ്ത്രീ ആ ഒരു മുറിയിലേക്ക് കയറി വരികയാണ്. വന്ന ആളെ കണ്ട് ഡാൻറ്റി ശരിക്കും ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. സൂര്യോനായിരുന്നത്. അപ്പൊ ഡാൻറ്റി ചോദിക്കുന്നല്ല, നീയാണോ ഡോഹെ കൺസ്ട്രക്ഷന്റെ സിഇഒ? ആകെ ദേഷ്യവരാണ്. ഇവളുടെ കൊങ്ങ കയറി പിടിക്കുന്നത്. എടി, നീ മനഃപൂർവ്വമല്ലേ ഇതൊക്കെ ചെയ്തത്? എന്റെ ആ ഒരു ഡീൽ നീ തട്ടിയെടുത്തതല്ലേ? എനിക്കറിയാം, ഞാനും മിനിസ്റ്ററുമായിട്ടുള്ള ആ ഒരു ഡീലൊക്കെ നീയല്ലേ മീഡിയയിൽ വരുത്തിയെന്നൊക്കെ എനിക്ക് നന്നായി അറിയാം. അല്ല, നീ എന്തിനു വേണ്ടിയാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിനക്ക് എവിടുന്ന് വന്നോ ഈ ഒരു ധൈര്യമൊക്കെ? നിന്റെ കൂട്ടാളിയായ ലോകൻ മരിച്ചു കഴിഞ്ഞല്ലോ. ഇത് കേട്ട് സുരാഗ ദേഷ്യവരാണ്. ഇവളവരുടെ കൊടുത്തിട്ട് ഇവനെ കൊങ്കേറി പിടിച്ചിട്ട് പറയാണ്, അവന്റെ പേര് നീ മേലാ മിണ്ടിപ്പോരുത്, എനിക്കറിയാം അവന്റെ മരണത്തിന് പിന്നിൽ നീയാണെന്ന്. അങ്ങനെ ഇവർ തമ്മിൽ നല്ലൊരു ഫൈറ്റ് ഉണ്ടാവാണ് കേട്ടോ. സുര്യനാണെങ്കിൽ കൈ കെട്ടിയ എന്തോ ഒന്ന് എടുത്ത് ഡാൻറ്റിയുടെ തലക്കിട്ടോണം കൊടുക്കുകയാണ്. ഇവ പെട്ടെന്ന് ബ്ലാക്ക് ഔട്ട് ആവുകയാണ് കേട്ടോ. ഇപ്പം നമ്മളെ കാണിക്കുന്ന പാസ്റ്റ് ആണ്. നമ്മുടെ പണ്ടത്തെ ഈ ഒരു ഷോൺസു ഡിസ്ട്രിക്റ്റ്, ഇവിടെ കുറേ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വീട് കെട്ടി പാർക്കുന്നുണ്ടായിരുന്നു. അപ്പം ഒരു വലിയ കമ്പനി ഇവരെയൊക്കെ ഇവിടുന്ന് ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവർ ഒഴിഞ്ഞു പോയില്ല. അങ്ങനെ ഒരു രാത്രിയിൽ ഈ ഒരു കമ്പനിയിലെ ആൾക്കാർ വലിയൊരു JCB വന്ന് ഈ ഒരു വീടുകളെയൊക്കെ അടിച്ച് തകർത്തോണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയം അവിടെ ഒരു വീട്ടിലുണ്ടായിരുന്ന ഒരു ചെറിയ ആൺകുട്ടിയാണെങ്കിൽ അങ്ങോട്ടേക്ക് വരികയാണ്. അവന് ഈ ഒരു കാഴ്ച കണ്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ്. ഇവനാണെങ്കിൽ ഒന്ന് പറയുന്നുണ്ട്, പ്ലീസ് ഇത് നിർത്ത്, എൻ്റെ അമ്മയും അനിയത്തിയും അവിടെ കിടന്ന് ഉറങ്ങാണ്, പ്ലീസ് ഒന്നും ചെയ്യല്ലേ. അപ്പം ആ ഒരു കമ്പനിയിൽ ഉടമ പറയണ, പിച്ചക്കാരെ, നിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞല്ലേ ഒഴിഞ്ഞു പോകാനായിട്ട്, മാറി നിൽക്കട എന്ന് പറഞ്ഞ് ഇവര് ആ ഒരു JCB ഉപയോഗിച്ച് ആ ഒരു വീടുകളെല്ലാം തകർത്തിട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ആ ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ അവന്റെ വീട്ടിലേക്ക് ഓടിപ്പോവാണ്. അവന്റെ അമ്മയുടെയും അനിയത്തിയുടെയും മേളിലേക്കാണ് ആ ഒരു വീടിന്റെ ഭാഗങ്ങളെല്ലാം വന്ന് വീണ് കിടക്കുന്നത്. അപ്പൊ ചോര നല്ല രീതിയിൽ തന്നെ ഒഴുകുന്നുണ്ട്. ആ ഒരു അമ്മ ഇവനോട് പറയണം, മോനെ ബെക്ജുൻകി, നീ രക്ഷപ്പെടണം, നീ വളരെ സന്തോഷത്തോടെ ജീവിക്കണം, നീ വളരെ വലിയൊരു കോടീശ്വരനാവണം മോനെ, നീ വളരെ സന്തോഷത്തോടെ ജീവിക്കണം എന്നൊക്കെ മരിക്കുന്നതിന് മുമ്പ് ഇവന്റെ അമ്മ പറയുകയാണ്. അതെ, അവന്റെ കൺമുന്നിൽ കിടന്ന് അവന്റെ അമ്മയും അനിയത്തിയും മരിക്കുകയാണ്. അങ്ങനെ ആ ഒരു ഷോൺസോ ഡിസ്ട്രിക്റ്റില് ഒരു വലിയ കമ്പനി തന്നെ ഉണ്ടാവുകയാണ്, ജോകോമോ കമ്പനി. അതെ, നമ്മുടെ സൂര്യോന്റെ അമ്മയുടെ കൺസ്ട്രക്ഷൻ ആയിട്ടുള്ള സിംവോൺ കൺസ്ട്രക്ഷൻ ആയിരുന്നു അന്ന് ആ ഒരു വീടുകളെ ഒഴിപ്പിച്ച ആ ഒരു വലിയ കമ്പനി. ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ ഡാൻറ്റി എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. അന്ന് രാത്രിയില് തൻ്റെ അമ്മയും അനിയത്തെയും അവന് നഷ്ടപ്പെട്ടില്ലേ? ഇതിനെല്ലാം കാരണം സൂര്യോന്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആ ഒരു കമ്പനിയായിരുന്നല്ലോ. നമ്മുടെ ഡാൻറ്റി ആണെങ്കിൽ ഇപ്പൊ ആ ഒരു ജോകോമോ കമ്പനിയുടെ മുമ്പിലാണ്. അവന്റെ കണ്ണൊക്കെ കെട്ടി കയ്യൊക്കെ കെട്ടി അവനെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു ശബ്ദം അവൻ കേൾക്കാണ്. എന്തോ ഒരു വാഹനം തൻ്റെ അടുത്തേക്ക് ചീറി പാഞ്ഞു വരുന്നു. അവൻ സൈഡിലേക്ക് ഉരുണ്ട് മാറാണ്. അതെ, സൂര്യോനാണ്. ഇവനാണെങ്കിൽ ഇവനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവന്റെ ചുറ്റും ആ ഒരു കാർ വളരെ വേഗത്തിൽ തന്നെ ഓടിക്കുകയാണ്. പല സമയവും അവൻ്റെ അടുത്തേക്ക് ആ ഒരു കാർ ചീഞ്ഞ് പാഞ്ഞു വരുന്നുണ്ട്. അവനാണെങ്കിൽ ഒഴിഞ്ഞു മാറുന്നുണ്ട്. പതിയെ അവന്റെ ആ ഒരു കണ്ണിലെ കെട്ടൊക്കെ ഇവൻ അഴിക്കുകയാണ്. സൂര്യോൻ പറയുന്നു, എന്താ നിനക്ക് പേടിയാവുന്നുണ്ടോ? യൂൻഹെ ലോങ്ങിനെയും കൊന്നത് നീ തന്നെയാണെന്ന് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടാം എന്ന് പറഞ്ഞുകൊണ്ട് സുരൻ വീണ്ടും ഇവന്റെ അടുത്തേക്ക് ആ ഒരു കാറ് ചീറി പായിച്ചോണ്ടേ ഇരിക്കുകയാണ്. ഡാൻറ്റി വരുന്നു, അല്ല ഞാനല്ല അവരെ കൊന്നതെന്നൊക്കെ വീണ്ടും ഡാൻറ്റി അതിനെ നിരസിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സുരൻ വളരെ വേഗം തന്നെ അവന്റെ ചുറ്റും ആ ഒരു വണ്ടി ഓടിക്കുകയാണ്.
ഈ ഒരു സമയം പോലും നിനക്ക് അത് നിഷേധിക്കാനാണോ തോന്നി? നീ മരിക്കേണ്ടവനാടാ എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യോൻ വളരെ വേഗത്തിൽ ആ ഒരു കാർ അവന്റെ അടുത്തേക്ക് ഓടിച്ച് വരികയാണ്. പെട്ടെന്നാണ് ഒരു ബൈക്ക് അങ്ങോട്ടേക്ക് വരുന്നത്. അത് ഹൂനായിരുന്നു. ഇവൻ ഡാൻജെ കയറ്റി അവിടുന്ന് വളരെ വേഗത്തിന് പോവാണ്. ഇപ്പൊ നമ്മുടെ ഹൂനും ഡാൻറ്റയും മറ്റൊരു സ്ഥലത്താണ്. അപ്പൊ ഡാൻറ്റെ ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്തിനു വേണ്ടിയാ എന്നെ രക്ഷിച്ചേ? നിനക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നല്ലോ. അല്ലെങ്കിലും രക്തത്തെ തിരിച്ചറിയുമല്ലോ. ഹൂൻ പറയുന്നു, എനിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടായിരുന്നല്ല ഞാൻ നിങ്ങളെ രക്ഷിച്ചത്. ഒരിക്കലും അമ്മയുടെ കൈകൊണ്ട് നിങ്ങൾ മരണപ്പെടരുത്. ഡാൻറ്റെ പറയുന്നു, എടാ നിന്റെ അമ്മയ്ക്ക് എന്നെ വെറുപ്പാണ്. അപ്പൊ എന്റെ സ്വന്തം രക്തത്തിലുള്ള നിന്നോടും അവർക്ക് വെറുപ്പ് തന്നെ ആയിരിക്കുമല്ലോ. എടാ നീ എൻ്റെ മകനാണ്. എൻ്റെ ഈ ഒരു സ്വത്തിന് മുഴുവൻ അവകാശിയും നീയാണ്. നീ എൻ്റെ കൂടെ ഒന്ന് ചേരുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സ്വത്തല്ല ഞാൻ നിനക്ക് തന്നെ എഴുതി തരുന്നതാണ്. ഹൂൻ പറയുന്നു, ഓക്കെ ഞാൻ നിങ്ങളുടെ കൂടെ വരാം. പക്ഷേ ഇനിയും നിങ്ങൾ എൻ്റെ അമ്മയെ ശല്യപ്പെടുത്തില്ല എന്നെനിക്ക് വാക്ക് തരുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ ജീവിച്ചോളാം. സുരുവിനെ കാണാനായിട്ട് രോന വന്നിരിക്കുകയാണ്. അപ്പൊ പിങ്കിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ആ ഒരു ഗുളിക ഇവളെ ഏൽപ്പിക്കുകയാണ്. ഇത് പിങ്ക് എൻബിയോണിന് കൊടുത്തോണ്ടിരുന്ന ആ ഒരു ഗുളികയാണ്. ഇത് എന്തിനു വേണ്ടിയാണെന്ന് ആന്റി ഒന്ന് കണ്ടുപിടിക്കാവോ. അതുപോലെ തന്നെ ഇവക്ക് ആ ഒരു ഓഡീഷനിൽ പങ്കെടുക്കാൻ കിട്ടിയ ആ ഒരു അവസരത്തെക്കുറിച്ചും ഇവള് സൂര്യനോട് പറയുന്നുണ്ട്. ഈ ഒരു സമയമാണ് നമ്മുടെ ഹൂൻ അതുവഴി പോകുന്നത്. അപ്പൊ രോന ഇവരോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഇവനതൊരു മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ അവൻ സൂര്യനോട് പറയണം, അമ്മ ഞാനിന്ന് ക്ലാസ്സിന് പോകുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടുന്ന് പോവാണ്. അപ്പൊ സൂര്യനോട് പറയുന്നുണ്ട് അവൻ കുറച്ചു നാളത്തേക്ക് ക്ലാസ്സിന് പോകുന്നില്ലെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അവന്റെ അച്ഛന്റെ കൂടെ അവൻ വർക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇത് കേട്ട് രോനയാണെങ്കിൽ ഹൂന്റെ പിന്നാലെ പോവാണ്. എടാ നീ ആ ഡാൻറ്റയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ പോവാണോ? ഇപ്പൊ ശരിക്കും നീ കൂടെ ഉണ്ടാകേണ്ടത് നിന്റെ അമ്മയുടെ കൂടെ അല്ലേ എന്നൊക്കെ ഇവള് ചോദിക്കുമ്പോ ഹൂൻ പറയുന്നു, നീ ഇനി എന്നോട് ഒരിക്കലും മിണ്ടാൻ വരണ്ട. നമ്മൾ തമ്മിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അവസാനിപ്പിക്കാം. ഒരിക്കലും നമ്മുടെ ഇടയിൽ ഈ ഒരു പ്രണയമൊന്നും വർക്കൗട്ട് ആവുകയില്ല. എൻ്റെ അച്ഛൻ നിന്നെ അന്ന് കൊല്ലാൻ ശ്രമിച്ചല്ലേ. ഒരിക്കലും ആ ഒരു കാര്യങ്ങളെല്ലാം മറന്ന് നമുക്ക് പ്രണയിക്കാൻ സാധിക്കില്ല. ഞാനും എൻ്റെ അച്ഛൻ്റെ കൂട്ടാണ്. എനിക്കും എൻ്റെ കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ഇവളോട് ബ്രേക്കപ്പ് പറയാണ്. ഇതെല്ലാം കേട്ട് രോന ആകെ വിഷമിക്കുകയാണ്. അവളാകെ തകർന്നു പോവാണ്. ഇവള് പറയുന്നു, നോക്കി നിന്റെ ഇഷ്ടം അതാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഒരിക്കലും നമ്മുടെ അച്ഛനമ്മ ചെയ്യുന്ന ആ ഒരു തെറ്റിന് ഉത്തരവാദികൾ നമ്മളല്ലല്ലോ. ആ ഒരു ഭാരം നീ സ്വയം നിന്റെ മനസ്സിലെടുത്ത് വെക്കണ്ട എന്ന് രോന പറയാണ്. ഹൂനാണെങ്കിൽ മനസ്സില്ലാ മനസ്സോടെ അവിടെ നിന്ന് പോവാണ്. ഈ ഒരു സമയം നമ്മുടെ രോനയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. അപ്പൊ ഇവളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. രോനയും സൂര്യനും ആ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പം പോലീസുകാര് ഒരു വാച്ച് ഇവരെ ഏൽപ്പിക്കുകയാണ്. യൂൻഹെ മരിച്ച സ്ഥലത്ത് നിന്നാണ് ഇവർക്ക് ആ ഒരു വാച്ച് കിട്ടിയത് കേട്ടോ. അത് യൂൻഹയുടെ വാച്ചായിരുന്നു. സൂര്യനാണെങ്കിൽ ആ ഒരു വാച്ച് ശരിയാക്കാൻ കൊടുക്കുന്നുണ്ട്. ഈ ഒരു വാച്ചിൽ വോയിസ് റെക്കോർഡറൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അതിലുണ്ടായിരുന്ന ഒരു വോയിസ് ഇവള് കേൾക്കാണ്. മരിക്കുന്നതിന് മുമ്പ് യൂൻഹെ റെക്കോർഡ് ചെയ്ത ആ ഒരു വോയിസ് ആയിരുന്നു. ചേച്ചി, എനിക്ക് ചേച്ചിയോട് ഒരു വളരെ വലിയൊരു സത്യം പറയാനുണ്ട്. ചേച്ചിയുടെ മകൾ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. സോക്യങ് ചേച്ചിയുടെ സ്വന്തം മകളാണ്. മിൻസിയോളിന്റെ ഇരട്ട സഹോദരിയാണ് സോക്യങ്. പിന്നെ എൻ്റെ മകളെ ചേച്ചി നോക്കിക്കൊള്ളണേ എന്നായിരുന്നു യൂൻഹയുടെ അവസാനത്തെ ആ ഒരു വാക്കുകൾ. ഇത് കേട്ട് സുനാകെ ഷോക്കായിട്ട് ഇരിക്കുകയാണ്. അതെ, ഇവിടെ നമ്മുടെ കെങ് ചെറിയൊരു മയക്കത്തിലാണ്. അപ്പൊ ഇവിടെ ഒരാള് ഇങ്ങനെ ഷൂ ഒക്കെ വെച്ച് ചവിട്ടുന്നുണ്ട് കേട്ടോ. പതിയെ കെങ് കണ്ണു തുറക്കുമ്പം തന്റെ ചുറ്റും കുറെ പെൺകുട്ടികൾ നിൽക്കുകയാണ്. അപ്പൊ ഇവരെല്ലാം ഒരേപോലത്തെ ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്. എന്തോ യൂണിഫോം ആണെന്ന് തോന്നുന്നു. കെങ്ങും അതേ യൂണിഫോം തന്നെയാണ് ഇട്ടേക്കുന്നുണ്ട്. അപ്പൊ കെങ് ചോദിക്കുന്നു, ഞാനിത് എവിടാ? ഞാൻ ഇറ്റലിയിലല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇറ്റലിയിലോ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന പെൺകുട്ടി ഇവളെ നോക്കി ചിരിക്കുകയാണ്. ഇവരാണെങ്കിൽ കെങ്ങിനെ അറ്റാക്ക് ചെയ്യാനും വരുന്നുണ്ടോ. കെങ് ആണെങ്കിൽ ഒരു ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്നെ തൊട്ടാറുണ്ടല്ലോ, എൻ്റെ അച്ഛനെ നിങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ കെങ് പറയുന്നുണ്ടെങ്കിലും ഇവരെല്ലാരും കൂടി നമ്മുടെ കെങ്ങിനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഹായാണെങ്കിൽ ലോകനെ ഇങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്നെ ഇപ്പോൾ ആരും നിരീക്ഷിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മരുന്ന് അത് ലോകന്റെ ദേഹത്തേക്ക് കുത്തി വെച്ചോണ്ടിരിക്കുകയാണ്. പറയുന്നു, ലോകൻ നീ തിരിച്ചു വരണം, നീ തിരിച്ചു വന്നേ പറ്റൂ. അപ്പൊ ഈ ഒരു സമയം നമ്മുടെ ലോകന്റെ വിരലുകൾ പതിയെ ചലിക്കുന്നുണ്ട് കേട്ടോ. പറയുന്നു, ലോകൻ നിനക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? നീ റെസ്പോണ്ട് ആയി. നീ ഒരു സമയം നമ്മുടെ ലോകന്റെ കണ്ണുകൾ തുറക്കുകയാണ്.
സൂര്യനടെ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. ഈ ഒരു സമയമാണ് നമ്മുടെ സ്യോജൻ ആ ഒരു മിസ്റ്റീരിയസ് റൂമിലോട്ട് വരുന്നത്. ഇവള് വരുമ്പോൾ കാണുന്ന കാഴ്ച ലോകിന്റെ കണ്ണുകൾ തുറന്നിരിക്കുന്നതായിരുന്നു. നമ്മുടെ കെങ് എവിടെ ആയിരിക്കും? ഈ ഒരു പെൻ ഹൗസിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പരസ്പരം ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പൊ ഇതിൽ ഒരു കാര്യങ്ങളും നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത പാട്ട് കാണാം അല്ലേ? സ്റ്റേ ട്യൂൺഡ്.